ബിയും സിയും ആണ് ഇൻ്റർമീഡിയറ്റ് മെമ്പേഴ്സ്. അപ്പം ബിക്കുള്ള മെമ്പർ ബിയും സി ആണ് ജോയിൻറ്റ്. ബിയുടെ മെമ്പേഴ്സാണ് ബി എയും ബി സിയും. സിയുടെ മെമ്പേഴ്സ് സി ബിയും സി ഡിയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ഇക്വേഷൻസ് എം ബി എ എം ബി സി ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക. എം സി ബിയും എം സി ഡിയും ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് തീറ്റ ബിയുടെയും തീറ്റ സിയുടെയും ടേംസിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അത് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാല്യൂ കിട്ടും. ഇവിടെ ഇ ഐ വാല്യൂ അതുപോലെയാണ് ഇട്ടേക്കുന്നത്. അത് പിന്നീട് നമുക്ക് ക്യാൻസൽ ചെയ്യാം കേട്ടോ. അപ്പോൾ -31.35/EI ആണ് തീറ്റ ബി. തീറ്റ സി എന്ന് പറയുന്നത് -9.71. ഇനി അത് നമ്മൾ ഫൈനൽ മൊമെൻ്റ് ഇക്വേഷനിലിടുക. ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ തീറ്റ വാല്യൂസ് കണ്ടുപിടിക്കുക യൂസ് ചെയ്ത സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ തന്നെ. MFAB പ്ലസ് ഈ ചെയ്ത ഇക്വേഷൻസ് ഇല്ലേ, ഈ ചെയ്ത ഇക്വേഷനിൽ തന്നെ തീറ്റ ബിയുടെയും തീറ്റ സിയുടെയും വാല്യൂസ് കൊണ്ടിടുക. അതേ ഉള്ളൂ ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ബിയുടെയും തീറ്റ സിയുടെയും വാല്യൂസ് ഇടുമ്പോൾ ഫൈനൽ മൊമെൻ്റ് MAB കിട്ടും, MBA കിട്ടും, MBC കിട്ടും, MCB കിട്ടും. പിന്നെ നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ മൊമെൻറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. MCD എന്ന് പറയുന്നത് ആ ഓവർ ഹാങ്ങിങ് ആയതുകൊണ്ട് ആ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് ആ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഫിഗർ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് SFD വരയ്ക്കാനാണ് നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ രണ്ട് സ്പാനായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. AB ഒരു സ്പാന്, BC ഒരു സ്പാന്, CD നമുക്കറിയാം അത് ഓവർ ഹാങ്ങിങ് ആയതുകൊണ്ട് അതും ഒരു സ്പാനായിട്ട് എടുത്താലും 30 ആയിരിക്കും അവിടുത്തെ വാല്യൂ വരുന്നത്. RC വാല്യൂ മാത്രം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, SFD വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ പറയാം. അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ്. ഈ മൊമെൻ്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് ഞാൻ രണ്ട് രീതി ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു സെക്ഷനിൽ തന്നെ രണ്ടും വരയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് വരയ്ക്കുന്നതിലും തെറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ആദ്യമേ അതിൻ്റെ ഫ്രീ മൊമെൻറ്റ് വരയ്ക്കുക. ലോഡ് ആക്ട് ചെയ്യുന്നതനുസരിച്ചുള്ള ഫ്രീ മൊമെൻറ്റ് വരയ്ക്കുക. UDL ആയതുകൊണ്ട് പാരാബോള വരയ്ക്കുക. പിന്നെ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് എഴുതുക. അതും രണ്ട് ആ ഫ്രീ മൊമെൻറ്റ്സ് പോസിറ്റീവായിരിക്കും. പിന്നെ നമ്മുടെ ഫൈനൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് മൊമെൻറ്റ്സ് നെഗറ്റീവായിരിക്കും. അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ തന്നെ ഈ പോസിറ്റീവ് സെക്ഷനിൽ തന്നെ കാണിക്കാം. ഇതിൻ്റെ മേൽഭാഗം പോസിറ്റീവും താഴെ നെഗറ്റീവും അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ പോസിറ്റീവ് സെക്ഷനിൽ തന്നെ ഈ ഫൈനൽ മൊമെൻറ്റ്സിൻ്റെ ഫിഗർ വരയ്ക്കുക, അല്ലെങ്കിൽ വാല്യൂസ് കാണിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. അന്നേരം വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഇത് നെഗറ്റീവ് ആണെന്നും ഇത് പോസിറ്റീവ് മൊമെൻ്റ് ആണെന്നും. ഷിയർ ഫോഴ്സ് അറിയാമല്ലോ, അപ്വേർഡിന് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവും. അപ്പം ഡൗൺവേർഡ് പോകുന്ന വാല്യൂസിനെ മൈനസ് ചെയ്യുക, അപ്വേർഡ് പോകുന്ന വാല്യൂസിനെ പ്ലസ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ ഫിഗർ മാറും. ഇത്രയാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ പറയുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ. ആ ഇക്വേഷന് നല്ലോണം പഠിക്കുക. എന്താണ് ഫിക്സഡ് എൻഡ് മൊമെൻ്റ് എന്താണെന്ന് അറിയുക. പിന്നെ ഫൈനൽ മൊമെൻ്റ് എന്താണെന്നും ആ ഇക്വേഷൻസ് ഓരോന്നും പഠിക്കുക. അത് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ സിങ്കിങ് വരുമ്പോൾ മാത്രം ഡെൽറ്റ വാല്യൂ യൂസ് ചെയ്യുക. ചില കേസിൽ അത് കാണത്തില്ല, സിങ്കിങ്ങിൻ്റെ വാല്യൂസ് തരത്തില്ല, ചുമ്മാ അനലൈസ് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ.